ഇടുക്കി ഉടുമ്പന്നൂരിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം അലങ്കോലപ്പെടുത്താൻ CPM ശ്രമം. ടൗണിൽ കെട്ടിയിരുന്ന കൊടികൾ CPM പ്രവർത്തകർ നശിപ്പിച്ചു. ഇത് ചോദ്യം ചെയ്തവരെ കയ്യേറ്റം ചെയ്തതായും പരാതി. വാഹനം അടിച്ചു തകർക്കാനും ശ്രമം നടന്നു. വിവരങ്ങൾ നൽകാനായി സുബിൻ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, എന്താണ് അവിടുത്തെ ഒരു സ്ഥിതി? ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു സംഭവം നടക്കുന്നത്. ഈ ഉടുമ്പന്നൂർ ശ്രീകൃഷ്ണ ജയന്തിയുമായി ബന്ധപ്പെട്ടാണ് ഈ കൊടിതോരണങ്ങൾ കെട്ടുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു ഈ RSS പ്രവർത്തകർ. ഇവർ ഈ കൊടി കെട്ടി പോരുന്നതിന് പിന്നാലെയാണ് ഈ CPM പ്രവർത്തകരായിട്ടുള്ള രണ്ടുപേർ, അതായത് അൽഫിത്ത് സലീം അതുപോലെ തന്നെ അനന്തു എന്നിവർ ഈ കൊടികൾ ഒടിച്ചു കളയുകയും ഈ കൊടിതോരണങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു എന്നുള്ള ഒരു പരാതി വരുന്നത്. തൊട്ടു പിന്നാലെ തന്നെ ഈ RSS പ്രവർത്തകരോട് എത്തി ഈ കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തു. ഇതിൽ പ്രകോപിതരായാണ് ഈ ഒരു ആക്രമണം തന്നെ അഴിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത്തരത്തിൽ ഒരു വാഹനം അടിച്ചു തകർക്കാനുള്ള ശ്രമം നടക്കുകയും ഈ RSS പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമം അവിടെ നടക്കുകയും ചെയ്തു. ഉടൻ തന്നെ പോലീസിൽ ഇവർ വിവരം അറിയിക്കുകയും ചെയ്തു. ഏറെ നേരം ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷമാണ് ഈ അൽത്തിഫും അതുപോലെ തന്നെ അനന്തവും അവിടെ നിന്ന് പിൻവാങ്ങിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു മർദ്ദനത്തിലേക്ക് അല്ലെങ്കിൽ ഈ RSS പ്രവർത്തകരെ മർദ്ദിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. എന്തായാലും ഒരു വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉടുമ്പന്നൂർ മേഖല കേന്ദ്രീകരിച്ച് ഉടലെടുത്തിട്ടുണ്ട്. ഇവർ മുമ്പും ഈ സമാനമായ ഉത്സവങ്ങൾ തകർക്കുന്നതിനും ഇത്തരത്തിലുള്ള RSSന്റെ പരിപാടികൾ അലങ്കോലപ്പെടുത്തുന്നതിനുള്ള ശ്രമം ഇതിനു മുമ്പും ഇവർ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ അവിടെ നിന്നുള്ള ആളുകൾ നമുക്ക് നൽകുന്ന വിവരം. എന്തായാലും നിലവിൽ ഇപ്പോൾ കരിമണ്ണൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശരി സുബിൻ, ഇടുക്കി ഉടുമ്പന്നൂരിലാണ് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം അലങ്കോലപ്പെടുത്താനുള്ള CPMന്റെ ശ്രമം നടന്നത്. ടൗണിൽ കെട്ടിയിരുന്ന കൊടികൾ CPM പ്രവർത്തകർ നശിപ്പിച്ചു. ഇത് ചോദ്യം ചെയ്തവരെ കയ്യേറ്റം ചെയ്തതായും പരാതി ഉയർന്നിട്ടുണ്ട്. വാഹനം അടിച്ചു തകർക്കാനുള്ള ശ്രമവും നടന്നു എന്നുള്ളതാണ്. സുബിൻ തോമസ് ആണ് ഇടുക്കിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.